എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ചുട്ടു പൊള്ളുന്ന ഈ വേനൽക്കാലത്ത് നമ്മുടെ സ്കിന്ന് എല്ലാം ഡാമേജായിട്ട് വളരെ മോശമായിട്ടിരിക്കുമായിരിക്കും. മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു പായ്ക്കാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ എവിടെയാണോ നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഉള്ളത് അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹോം മെയ്ഡ് ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം നമ്മുടെ അടുപ്പിലിട്ട് വെക്കുക ഒരു പാത്രത്തിനകത്ത്. പിന്നെ നമ്മളിതിനകത്ത് ഒരു സ്പൂൺ അളവിൽ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലെടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, നല്ല നമ്മൾ പുട്ടിനുമൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാതെ, നമുക്ക് അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും പാലൂടെ മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടി ചേർത്ത് നമ്മൾ ആ കട്ട കുത്തെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതായത് ശുദ്ധമായി നമ്മുടെ വീട്ടിൽ മഞ്ഞൾ പൊടിച്ച, മറ്റ് കെമിക്കലായിട്ടുള്ള മഞ്ഞൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ മേടിച്ച് പച്ചമഞ്ഞൾ മേടിച്ച് ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് ഇത്. അപ്പോൾ അത് ഒരു 1/4 ഭാഗം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ഒരു കുഴമ്പ് രൂപമാകുന്ന വരെ നമ്മൾ തീ കുറച്ചിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. നമ്മുടെ പരുവം അതാണ്, കുറുക്കിൻ്റെ പരുവം. എന്തുകൊണ്ട് ഏകദേശം ഈ ഒരു സ്റ്റേജിൽ വന്നിട്ട് നല്ലൊരു കുറുക്ക് രൂപത്തിലാകും കേട്ടോ. നല്ല പോലെ നമ്മൾ ആ ഒരു പരുവത്തിലാകുമ്പം തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ തണുക്കാൻ വിടണം. നല്ല പോലെ തണുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ഒരു ചൂട് കാലത്ത്, ചൂടുകാലം എന്ന് പറയാൻ പറ്റത്തില്ല, അത്ര അതിഭയങ്കരമായ ചൂടുകാലത്ത് നമ്മുടെ സ്കിന്ന് എല്ലാം ഡാമേജ് ആയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ നാച്ചുറലായിട്ടുള്ള ഒരു റെമഡിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ആൻഡ് എഫക്റ്റീവായ ഒരു ഫേസ് പാക്കാണ്, നാച്ചുറൽ ഫേസ് പാക്കാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു കുറുക്ക് പരുവമായിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് തണുക്കാൻ മാറ്റി വെക്കണം. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം കേട്ടോ. ഒരുപാട് കുറുകി പോവരുത്. ഈ ഒരു പരുവത്തിൽ ചെറിയ ലൂസായിട്ടും കുറുക്ക് പോലെ എല്ലാം ഇരിക്കുന്ന പരുവാകുമ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് തണുപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പായ്ക്ക് റെഡിയാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഇതുവരെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ നിന്ന് നമ്മൾക്ക് ഫേസ് പാക്കിന് ആവശ്യമുള്ളത്, നമുക്ക് ഇരുണ്ടിരിക്കുന്ന ഭാഗം, ഡാർക്കായിട്ടിരിക്കുന്ന സ്കിന്നിൻ്റെ എവിടെ വേണേലും നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. തണുത്തതിന് ശേഷമാണ്. ഇതിപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു 2-3 സ്പൂൺ എടുക്കുന്നുണ്ട്. 3 സ്പൂൺ എടുത്ത് മാറ്റിയിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം കേട്ടോ. നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് പായ്ക്കുണ്ടാക്കി നമുക്ക് ഫേസിലും നെക്കിലും നമ്മുടെ കയ്യിലും എല്ലാം തേക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഇനി ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോഫി പൗഡറാണ്. കോഫി പൗഡറിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാം. കോഫി പൗഡറിനകത്തൊരു കഫേൻ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. അത് നമ്മുടെ പിഗ്മെൻറ്റേഷനെയും ഡാർക്ക് സർക്കിൾസിനെയും ഒക്കെ കുറയ്ക്കാൻ ഇപ്പോൾ എല്ലാത്തിനകത്ത് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കാപ്പിപ്പൊടി. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്ന ഒരു 1/4 ഭാഗം നാരങ്ങയാണ്. 1/4 ഭാഗം, അരമുറി ഫുള്ളില്ല, അതിൻ്റെ നാരങ്ങ നീര് ഫുള്ള് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, പിന്നെ നമ്മുടെ കാപ്പിപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് നാരങ്ങാനീര് കേട്ടോ. ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് നല്ല പോലെ ഒരു പായ്ക്ക് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ള ഒരു ഫേസ് പായ്ക്കാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇത് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് സെറ്റ് ആവുമല്ലോ, അതായത് നമുക്ക് ഒന്ന് ടൈറ്റ് ആവുന്ന ഒരു ടൈം ആകുമ്പോൾ നമുക്ക് കഴുകിക്കളയാം കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേന് റെഡിയാകും. ഇതിപ്പോൾ ഞാൻ എൻ്റെ കൈ ഒന്ന് വെറ്റാക്കിയിട്ടുണ്ട്. ഒന്ന് വെറ്റാക്കിയതിന് ശേഷം ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാവേ. എന്നിട്ട് നമുക്കൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഡ്രൈ ആയി കഴിയുമ്പം ഞാൻ അതിൻ്റെ ഒരു റിസൾട്ട് കാണിച്ചു തരാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് 100% റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ആ വീഡിയോസ് ഒന്ന് ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റും രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും എഫക്റ്റീവ് ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇതെന്തായാലും
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോഴത്തെ വെയിലിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു മാനസികമായിട്ട് പോലും നമ്മൾ ബുദ്ധിമുട്ടി പോകുന്ന അത്ര വെയിലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതൊന്ന് ഡ്രൈ ആയിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് കട്ടിക്കിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. നമ്മളിതൊരു പാത്രത്തിനകത്തോട്ട് നമ്മുടെ കൈ ഒന്ന് മുക്കി വെറ്റാക്കിയതിന് ശേഷം നമ്മൾ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കഴുകി കളയാവേ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ബ്രൈറ്റ്നെസ് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. നമ്മൾ പ്രിപ്പയർ ചെയ്ത ആ ഒരു മിക്സ് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പം അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് കാപ്പിപ്പൊടിയും കുറച്ച് നാരങ്ങ നീരൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഇപ്പോഴത്തെ വെയിലും ഒക്കെ കൊണ്ടിട്ട് പുറത്ത് പോയി വരുമ്പോഴത്തേനും നമ്മുടെ സ്കിന്ന് സൺസ്ക്രീനൊക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നെല്ലാം വളരെ ഡാമേജ് ആകും. അപ്പം നമുക്കത് നല്ലപോലെ ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ദോഷം ഉണ്ടാകത്തില്ല. ഹോം മെയ്ഡായിട്ടുള്ള നമ്മുടെ ഫേസ് പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ മെസ്സേജും കാര്യങ്ങളും എല്ലാം ഇട്ട് തരിക. എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടാം കേട്ടോ. എങ്കിലും നമുക്കത് തിരുത്തിയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ.